ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നിയാണ്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ, അത്രയും എണ്ണ മതിയാവും. ഇപ്പം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ എണ്ണയോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 6 മുതൽ 7 വരെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പുക ആളാനൊക്കെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും ഒന്ന് ആയാൽ മതിയാവും. 1 മിനിറ്റ് ആ ഒരു സമയത്തിനകത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇനി ഇതേ പാനിൽ തന്നെയാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചനാദാൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്ത് പോരാം. അപ്പോൾ അപ്പോൾ ഇവിടെ ചനാദാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കടലപ്പരിപ്പും വറുത്ത് കോരുന്നുണ്ട്. ഒത്തിരി നേരം ഒന്നും മാറൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു മഞ്ഞ കളർ ഒന്ന് പതുക്കെ മങ്ങിയാൽ മതി. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഈ ഒരു കടലപ്പരിപ്പും മാറ്റുന്നില്ല കേട്ടോ. ഞാൻ അതിനകത്ത് തന്നെയാണ് ഒരു 4 മുതൽ 6 വരെ ഉള്ളി, ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സവാളയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പരിപ്പും കൂടെ മാറ്റാം കേട്ടോ. ഞാൻ അത് മാറ്റുന്നതിന് മുൻപേ ഉള്ളി ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കടലപ്പരിപ്പ് മാറ്റിയിട്ട് പിന്നീട് നമുക്കിതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. കാരണം നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ചേർക്കുന്നുണ്ട്, ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു പച്ചമണം മാറാനങ്ങ് എടുത്ത് ഒന്ന് വഴറ്റി അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഞാനിവിടെ 2.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 2.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ക്യൂബായിട്ട്, ഒത്തിരി ചെറുതല്ല. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ്, ഉണക്കമുളക്, ചെറിയ ഉള്ളി ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ, ഉള്ളി അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒരു 2.5 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഞാൻ ഒന്ന് വഴറ്റിയത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ പുളിക്ക്, നമ്മുടെ ഒരു പുളി ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു നെല്ലിക്ക കഷ്ണം വലുപ്പത്തിൽ ഉള്ള ഒരു കുട്ടി നെല്ലിക്ക കഷ്ണം വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പുളിയുടെ പച്ചമണമൊന്നും ഇല്ലാതെ പുളി ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയാത്ത ആ ഒരു സ്വാദ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്നതോട് കൂടെ തന്നെ ഇതിനകത്തോട്ട് പുളിയും കൂടെ നമ്മൾ ചേർത്ത് വഴറ്റുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊരു 1 മിനിറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതവിടെ മിക്സൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതൊരു ചൂടൊക്കെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്തോട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു 1/4 കപ്പ്, അത്രയും ഇല്ല കേട്ടോ, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളമുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ, അതൊരു 1/4 ടീസ്പൂൺ. നല്ല ജീരകമോ ചെറിയ ജീരകമോ നമ്മൾ പറയത്തില്ല, അതും ചേർക്കുക. പിന്നെ അല്പം കറിവേപ്പില പേരിനുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഞാൻ മല്ലിയിലേക്ക് പകരം ചേർക്കാഞ്ഞത് കേട്ടോ. നിങ്ങൾ അത് കൂടുതൽ ചേർക്കുവാണെങ്കിൽ കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം സ്വാദാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചട്നിയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ചെറു ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചെറു ചൂടുവെള്ളം ആ മിക്സിയുടെ ജാറിനകത്തൊന്ന് കുലുക്കി നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇതുവരെ ഉപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒത്തിരി അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒക്കെ ആ ടേസ്റ്റൊക്കെ നോക്കിയായിരുന്നു. ഉപ്പ്, പുളി, എരിവ് എല്ലാം കറക്റ്റാണ്. നമ്മളിതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. അപ്പം ഞാനിന്നിവിടെ റവ കൊണ്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലിയും ഈ ഒരു സൂപ്പർ ചട്നിയാണ് ഇന്നത്തെ ഞങ്ങളുടെ
ഡിന്നർ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.